രാം നാരായൺ രാം. ഒരു സെൻട്രൽ ഫണ്ട് ഉണ്ടാകും. ശാന്തി വേണ്ടവർ അവരുടെ സ്വന്തം ലാഭം മാത്രം ചിന്തിക്കുന്നു. ഒരു ആധ്യാത്മിക ബാങ്ക്. അതിൽ നിന്നാണ് എല്ലാവർക്കും പ്രയോജനത്തിനായി വിതരണം നടത്തുന്നത്. ഞങ്ങൾ ഓരോ സ്ഥലത്തും സെന്റർ സ്ഥാപിച്ച് എല്ലാ തരത്തിലുള്ള പരിശീലനം എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. വ്യത്യസ്ത പ്രദേശങ്ങളിലെ ഓരോ മുറിയിലും ഒരു സെന്റർ ഉണ്ടാകുമെന്നാണ്. ഉദാഹരണത്തിന് പാലം അവന്യൂ അല്ലെങ്കിൽ സഡൻ ആരിയർ. ആ പ്രദേശത്തെ എല്ലാ ആളുകളും സഹകരിക്കും. അവർ ഹിന്ദുവായാലോ മുസ്ലിമായാലോ ഏതെങ്കിലും ജാതി ചേർന്നാലോ സംശയം ഇല്ല. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സഹകരിക്കും. സഹകരിക്കാത്തവർ സമൂഹത്തിൻ്റെ ശത്രുക്കളാണ്. ആധ്യാത്മിക ക്ലബ്ബുകൾ ഉണ്ടാകും. ഒരു സെന്റർ ഉണ്ടായിരിക്കും. അവർ തലവഴി വാതിൽ വഴി എത്തി ആളുകളെ വിളിക്കും. ആദ്യം മലിനത നീക്കൽ ജോലികൾ ചെയ്യും. ഇങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർക്കും. എല്ലാവരും പരസ്പരം സഹകരിക്കും. എല്ലാവരും ഒരിടത്ത് ഒരുമിക്കും. അവിടെ കീർത്തനവും ചെയ്യും. ഖുർആൻ, ബൈബിൾ തുടങ്ങിയവയെക്കുറിച്ച് സംവാദം നടക്കും. സൗകര്യങ്ങളും അസൗകര്യങ്ങളും ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന പദ്ധതികൾ ഒരുക്കും. 10,000 സെന്ററുകൾ ഉണ്ടാകുമെന്ന് കരുതുക. ആ സെന്ററുകളിൽ 10 അല്ലെങ്കിൽ 30 സെന്ററുകൾ ആഴ്ചയിൽ ഒരു ദിവസം വലിയ സ്ഥലത്തു കൂടിയാകും. ഉദാഹരണത്തിന് ഹിഗാരു പരഡെ ഗ്രൗണ്ട്. അവിടെ എല്ലാവരും ഇരുന്നു ധ്യാനം ചെയ്യും, യോഗ ചെയ്യും. ആരെങ്കിലും വരാത്ത പക്ഷം അവർ വരാത്തതിന് കാരണം വിശദീകരിക്കണം. ഒരു ജോലി ചെയ്താൽ അത് ദൂരമടി കൊണ്ട് വ്യാപിക്കും. ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമുള്ള സിദ്ധാന്തത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പടിപടിയായി മുന്നേറണം. ചെറു വീടുകൾ സെന്ററാക്കി തുടങ്ങണം. അവിടെ കൊണ്ട് തൊക്കറുകൾ, ബണ്ടുകൾ, സംഗീതം എല്ലാം ഉണ്ടാകും. ഏത് പുരുഷനും സ്ത്രീയും പൊതുയോഗം നിയന്ത്രിക്കാം. ഒരു ഫണ്ട് ഉണ്ടാകും. 2 പൈസ 3 പൈസ എന്നിങ്ങനെ ശേഖരിക്കണം. അത് മാസവാരമായി പൊതുസ്വഭാവത്തിനായി ചെലവഴിക്കപ്പെടും. രാത്രി പഹരവുമുണ്ടാകും.